പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിന്റെ 11-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 106-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും. പലപ്പോഴും നാം കാണുന്നത് ഒന്നോ രണ്ടോ ഒഴിവുകളിലേക്ക് യോഗ്യതയുള്ള ആളുകളെ എടുക്കേണ്ടതിന് വേണ്ടി പരസ്യം നൽകുമ്പോൾ 100 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് എത്തിച്ചേരുന്നത്. അവരെ നല്ലവണ്ണം ഇൻ്റർവ്യൂ ചെയ്ത് അവരിൽ നിന്നും ഏറ്റവും യോഗ്യതയുള്ളവരെ മാത്രമേ നിശ്ചിത തസ്തികയിലേക്ക് നിയമിക്കുകയുള്ളൂ. അങ്ങനെ നിയമിതരായിരിക്കുന്നവർക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ നിലവാരമനുസരിച്ചുള്ള പദവികളും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കുന്നതാണ് പതിവ്. നാം ഈ പറഞ്ഞതെല്ലാം ഈ ലോകത്തിൻ്റെ തിരഞ്ഞെടുപ്പും അതിൻ്റെ നന്മകളെക്കുറിച്ചുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പദവികളിലും നന്മകളും അനുഭവിപ്പാൻ ദൈവത്തിന് അനേക മനുഷ്യരെ വേണം. എത്ര തന്നെ ആളുകൾ ഉണ്ടെങ്കിലും അവർക്കെല്ലാം അവിടെ അവസരങ്ങളുണ്ട്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം എന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നവർ ചുരുക്കവും വിളിക്കപ്പെട്ടവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർ അതിലും ചുരുക്കവുമാണ്. ഏതെങ്കിലും പദവിയിൽ ഇരിക്കുവാൻ അതിന് യോഗ്യതയുള്ളവരെ മാത്രമേ ലോകം തിരഞ്ഞെടുക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ തികച്ചും വ്യത്യാസമാണ്. ദൈവരാജ്യത്തിൽ ഏതെങ്കിലും പദവിയിൽ ഇരിക്കുവാൻ തനിക്ക് യോഗ്യതയുണ്ടെന്ന് തോന്നുന്നവരെ അല്ല, മറിച്ച് തനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലെന്ന് തിരിച്ചറിയുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. കാരണം ആ പദവിയിൽ എത്തിച്ചേരുന്നവർ തൻ്റെ യോഗ്യതകൾ കൊണ്ടാണ് ദൈവം എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് പറഞ്ഞു പുകഴുവാനും പ്രശംസിപ്പാനും ഇടവരരുത് എന്നാണ് ദൈവത്തിൻ്റെ തീരുമാനം. ലോകത്തിലുള്ള സകല ജാതികളിൽ നിന്നും ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു. അനുഗ്രഹിച്ചത് അവരുടെ യോഗ്യത നോക്കിയായിരുന്നില്ല. ദൈവം സ്തോത്രം അവരുടെ യോഗ്യത നോക്കി തിരഞ്ഞെടുത്തതല്ല. ദൈവത്തിൻ്റെ വിളി കേട്ട് വിശ്വസ്തരായി നിന്ന പിതാക്കന്മാരെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെടുവാനിടയായത് എന്നുള്ള രണ്ടാം തലമുറയെയും 3-ാം തലമുറയെയും ദൈവം അനുഗ്രഹിക്കുന്നതിനും ഉയർത്തി മാനിക്കുന്നതിനും അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് നാം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം സത്യദൈവത്തെ ആരാധിച്ച് കൊണ്ടിരിക്കുമ്പോൾ അല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ടായത്. താൻ കൽദയരുടെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വിഗ്രഹത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യദൈവത്തെ ദൈവത്തിൻ്റെ വിളി കേൾക്കുകയും സത്യദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിയുകയും ചെയ്തത് കൊണ്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്തു എന്ന് വചനം പറയുന്നു. സമൂഹത്തിൽ നല്ല സ്ഥാനവും ഉന്നത വിദ്യാഭ്യാസവും ഭേദപ്പെട്ട ജോലിയും ഉള്ളവരായി നാം മറ്റുള്ളവരുടെ ഇടയിൽ നല്ല സമ്പന്നരായി നല്ല സൗകര്യങ്ങളുമുള്ള ജീവിതം നയിക്കുവാനല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. പിന്നെയോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നാം വ്യക്തമായി തിരിച്ചറിയണം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് സകല ജനത്തിനും ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതി മറ്റുള്ളവരിൽ എത്തിക്കേണ്ടതിനായിട്ടാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം എന്നിവ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിനായിട്ടാണ് നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ
തികവുള്ളവരും ആമേൻ മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനോടൊപ്പം നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ ലക്ഷ്യമാക്കി ഓടുന്നവരും ആയിരിക്കണം നാം. പ്രിയ ദൈവത്തിലെ ചൂടേറിയ മരുഭൂമിയിൽ വെള്ളം കണ്ടെത്തുവാൻ കഴിയാതെ ആമേൻ അനുദിനവും ദാഹിച്ചും ക്ഷീണിച്ചും മരിച്ചും വീഴുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി ഒരിക്കലും വറ്റാത്തതും സമൃദ്ധിയായ നീരുറവയും ദൈവം തുറന്നു തരും. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉദ്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നു എന്ന് ആമൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ആകയാൽ പ്രിയ ദൈവവൈതലേ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ വരൾച്ചയും ശൂന്യതയും ദൈവം ആമേ സ്തോത്രം ഹല്ലേലൂയ കാണാതെ പോകയില്ല. ഈ പ്രഭാതം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ദൈവത്തോട് പറ്റി നിൽക്കുമോ, അവൻ നിന്നെ ഉയർത്തുവാനിടയാകും, അവൻ നിന്നെ മാനിക്കുവാനിടയാകും. അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിൽ വിട്ടേച്ച് പോകത്തില്ല. ആമേ സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വഴിയിൽ വിട്ടേച്ച് അനേകർ പോയിട്ടുണ്ട്. നമ്മെ പാതി വഴിയിൽ വിട്ടേച്ച് പോയ ഒത്തിരി സ്നേഹിതരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. ഈ ലോക മനുഷ്യരിൽ നാം ആശ്രയിച്ചവരെല്ലാം പാതി വഴിയിൽ നമ്മെ മറന്നുപോയിട്ടുണ്ട്. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പ്രഭാതം നമ്മെ പാതി വഴിയിൽ മറക്കാത്ത, കൈവിടാത്ത ഒരു ദൈവത്തെ നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് ദൈവവേദിലെ ആമേ സ്തോത്രം നിന്റെ വേദനകളെ അവൻ ആമേ സ്തോത്രം മറന്നു കളയുന്നവനല്ല. യഹോവേ, നീ തിരഞ്ഞെടുത്തവൻ്റെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും തന്നെ. ആകയാൽ ആമേൻ ദൈവ മക്കൾ സന്തോഷിക്കേണ്ടതിനായി ആമേൻ മൊർദെഖായിയെ തിരഞ്ഞെടുത്ത് ആമേൻ മൊർദെഖായിയും ഇസ്രായേൽ ജനം സന്തോഷിപ്പാനിടയായി, എസ്തേർ സന്തോഷിപ്പാനിടയായി, രൂത്ത് സന്തോഷിപ്പാനിടയായി. ആമേൻ ദൈവം തിരഞ്ഞെടുത്ത സകല മക്കളെയും ദൈവ സന്തോഷത്തിൽ ആമേൻ കൊണ്ടുവരുവാനിടയായി, ഉയർച്ചയിൽ കൊണ്ടുവരുവാനിടയായി. ആകയാൽ ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിന്നാൽ ദൈവമേ പൈതലേ, ഈ ശബ്ദം കേൾക്കുന്ന താങ്കളെയും ദൈവം ഉയർത്തുവാനിടയാകും, ആദരിപ്പാനിടയാകും. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കേണ്ടതിനായി, അവരുടെ സന്തോഷത്തെ, ദൈവമക്കളുടെ സന്തോഷത്തെ കാണുവാൻ, ദൈവസഭയുടെ സന്തോഷത്തെ കാണുവാൻ, പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ സന്തോഷത്തെ കാണുവാൻ അടിയങ്ങളുടെ കണ്ണുകളെയും ഒരുക്കണം. ഒരു ശിമയുടെ കണ്ണിനെ ആമേൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ കാണുവാൻ ഒരുക്കിയതുപോലെ ഈ നാളുകളിൽ പ്രാർത്ഥനയുടെ മറുപടികളെ കാണുവാനും ദൈവജനത്തിൻ്റെ സന്തോഷത്തെ കാണുവാനും അടിയങ്ങളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി ആദരിക്കണം, മാനിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.